വടക്കേ മലബാറിൽ പൂവിന് തീവില. കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും പൂക്കളുടെ വരവ് കുറഞ്ഞതാണ് ഈ വിലക്കയറ്റത്തിന് കാരണമെന്നാണ് വ്യാപാരികൾ പറയുന്നത്. കോഴിക്കോട്ടെ പാളയം മാർക്കറ്റിൽ നിന്ന് ദീപക് തർമ്മടം ചേരുകയാണ്. വെരി ഗുഡ് മോർണിംഗ്. ഇതാ ഓണം എത്തിക്കഴിഞ്ഞു, പൂക്കളാണ്. ഇതാ പൂക്കൾ ഇങ്ങനെ ഇവിടെ പാളയം മാർക്കറ്റിൽ, കോഴിക്കോട്ടെ ഏറ്റവും വലിയ പൂ വിപണി പാളയം മാർക്കറ്റാണ്. പാളയം മാർക്കറ്റിൽ പൂ കച്ചവടം തകൃതിയായി നടക്കുന്നുണ്ട്. പക്ഷേ ഈ പ്രാവശ്യം പൂവിന് വില കുത്തനെ കൂടുന്നു. അതായത് തുടക്കത്തിൽ തന്നെ പൂവിന് വില കൂടുന്നു എന്നുള്ളതാണ് പൊതുവിൽ വ്യാപാരികൾക്കിടയിൽ നിന്നും അതുപോലെ തന്നെ വാങ്ങിക്കാൻ എത്തുന്നവർക്കിടയിൽ നിന്നുള്ള അഭിപ്രായം. അപ്പോൾ നമുക്കൊന്ന് ചോദിക്കാം, എന്താണ് പൊതുവിൽ പൂ വിപണിയിലെ അവസ്ഥ? ഭയങ്കര തിരക്കാണ്, കച്ചവടം നല്ല രീതിയിൽ പൊടി പിടിക്കുന്നുണ്ടല്ലേ? കഴിഞ്ഞ പ്രാവശ്യത്തിനെക്കാട്ടും ഇപ്പം പൂവിന് വില കൂടിയിട്ടുണ്ട് ഇപ്രാവശ്യം. കഴിഞ്ഞ പ്രാവശ്യം എന്ന് പറഞ്ഞാൽ തുടക്കത്തിലെ ഇത്ര വിലയൊന്നും ഇല്ലായിരുന്നു. ഈ പ്രാവശ്യം എന്ന് പറഞ്ഞാൽ ഓരോ ഐറ്റത്തിനും റോസ് ആയിക്കോട്ടെ, ചെട്ടി ആയിക്കോട്ടെ. ഇപ്പോഴത്തെ വില റോസിന് ഇപ്പോൾ എത്രയാണ് വില? കഴിഞ്ഞ വർഷത്തിലായിരുന്നു വില? ഈ പ്രാവശ്യം റോസിന് സ്റ്റാർട്ടിങ്ങിൽ തന്നെ വന്ന റേറ്റ് എന്ന് വെച്ചാൽ 250, 300 ആ റേഞ്ചാണ് സ്റ്റാർട്ടിങ്ങിൽ വന്നത്. ഇപ്പം ആ റേഞ്ചിൽ തന്നെയാണ് നിൽക്കുന്നത്. എന്നാൽ 350 ആ റേഞ്ചിലേക്കാണ് പോകുന്നത്. അതേപോലെ തന്നെ ഇന്ന് ഏറ്റവും കൂടുതൽ റേറ്റ് കൂടി നിൽക്കുന്നത് ഡാലിയാണ്. ഡാലിയക്ക് ഇന്നത്തെ റേറ്റ് 400 രൂപയാണ്. ഇന്നത്തെ ഡേറ്റ് 400. കഴിഞ്ഞ പ്രാവശ്യം 200, 250 രൂപ അത്രയൊക്കെയാണ് ഈ സാധനത്തിന് വന്നിട്ടുള്ളൂ. ചെട്ടി ആയിക്കോട്ടെ. ചെണ്ടുമല്ലിയുടെ വിലയുടെ അവസ്ഥ എന്താണ്? ചെണ്ടുമല്ലിക്ക് ഇവിടെ ഇപ്പം ഇന്നത്തെ റേറ്റ് എന്ന് പറഞ്ഞാൽ 150 രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം 100 രൂപ, 80 രൂപ ആ റേഞ്ചാണ് ഇതിന് പോയത്. ഇപ്പൊ പൊതുവേ എന്ന് പറഞ്ഞാൽ മഴേന്റെ ഒരു വലിയൊരു ബുദ്ധിമുട്ട് കാണുന്നുണ്ട് നമുക്ക് ഈ കച്ചവടത്തിന് ഒരു തടസ്സമായിട്ട്. പൂ വിപണിയുടെ അവസ്ഥ എങ്ങനെയാണ്? പൂ സ്വതവേ വില കൂടുതലാണ് ഇപ്രാവശ്യം. കാരണം എന്താണ് ഈ വില ഇങ്ങനെ കൂട്ടുന്നത്? നിങ്ങൾ കൂട്ടുന്നതാണോ അതോ ഈ റോഡ് ബ്ലോക്ക് ആയിട്ടും വണ്ടി വരുന്ന ബുദ്ധിമുട്ടാണെന്ന് പറയുന്നത്. അതിന്റെ കാരണം കൊണ്ടാണ് വില കഴിയുന്നവർ പറയുന്നത്. താങ്ക് യു. ഈ പതിവിൽ കവിഞ്ഞ ഒരു വിലക്കയറ്റം പൂവിനുണ്ട്. അതിനൊരു പ്രധാനപ്പെട്ട കാരണം ഈ താമരശ്ശേരി ചുരത്തിലുണ്ടായ അപകടം. ആ അപകടത്തെ തുടർന്ന് അവിടെ നിന്നുമുള്ള ഗതാഗതം തടസ്സപ്പെട്ടു. അതുകൊണ്ട് തന്നെ വാഹനങ്ങൾ കർണാടകത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും വരുന്നത് കുറഞ്ഞു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാരണം പറയുന്നത്. ഏതായാലും പൂവിപണിയിൽ ഇപ്രാവശ്യം കനത്ത മഴയാണ് എങ്കിൽ പോലും തീ വിലയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.